ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മളിന്ന് അടിപൊളി പ്രോഫിറ്റ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിലൊരു 150 പോയിന്റ്, ബാങ്ക് നിഫ്റ്റിയിലൊരു 200 പോയിന്റ് മിനിമം കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ടോട്ടലൊരു 350 പോയിന്റോളം ബാങ്ക് നിഫ്റ്റിയും കൂട്ട് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 1:1, 1:2, 1:3 അത് ചെറിയ ചെറിയ ട്രേഡുകളും വേറെയുണ്ട്. SL വന്നിട്ടുണ്ട്, 2-3 SL കണ്ട വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ 2 SL, ബാങ്ക് നിഫ്റ്റിയിൽ 1 SL. ബാങ്ക് നിഫ്റ്റിയിലത്തെ SL പേടിയില്ലാന്ന് പറഞ്ഞത്, അപ്പോൾ അത് പറയണില്ല. നിഫ്റ്റിയിലെ SL 2 വന്നത്. നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് 2 SL വന്നത്. മൂന്നാമത്തെ ട്രേഡ് ടാർഗറ്റാണ് വന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രേഡിങ്. നമുക്ക് SLകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ SLനൊക്കെയും മറികടക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ടാർഗറ്റ് വന്നിരുന്നത്. ടാർഗറ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ഉണ്ടാക്കിയ SLകളൊക്കെയും ഒരാഴ്ച ചിലർ പ്രോഫിറ്റിലായിരിക്കാം, ചിലർ ലോസിലായിരിക്കാം. രണ്ടിനും ചാൻസ് ഉണ്ട് ഈ വ്യാഴാഴ്ച വരെ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തെ ലോസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആ ലോസൊക്കെ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ടെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവണം. അത്രയും അടിപൊളി ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ആ ട്രേഡുകൾ എടുത്തത്, എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് വന്നത്, SL എവിടേക്കാണ് വന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രീ ഗ്രൂപ്പ്. നിങ്ങൾക്കും ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ആവാം. തികച്ചും ഫ്രീ ആണ്, പേയ്മെൻ്റ് ഒന്നും തരണ്ട. ഡെയിലി ഒരു 10 വരെ ഫ്രീ ഗ്രൂപ്പ് റണ്ണിങ് ഉണ്ട്. ഒരു 3 to 5 ട്രേഡിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടും. അതിന് SLും വരാം, പ്രോഫിറ്റും വരാം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ SL വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ 10 പോയിൻ്റേ വരുള്ളൂ, ബാങ്ക് നിഫ്റ്റിയിൽ 30 പോയിൻ്റേ വരുള്ളൂ. പ്രോഫിറ്റ് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു 30 to 50. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചിലപ്പോൾ 50 പോയിൻ്റ് എടുക്കുന്ന വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 30 to 50 ഉള്ളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ 40 to 80 ഉള്ളിൽ എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവൽസ്, ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽസ്. ഇങ്ങനെ ട്രേഡിംഗ് റൂളാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയണില്ലേ. ട്രേഡിംഗ് വ്യൂ ആപ്പിലത്തെ സെറ്റിങ്സ് ആണത്, ചാർട്ട് സെറ്റിങ്സ് ആണത്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചാർട്ട് സെറ്റിങ്സ് സെറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും ബോഡി ക്ലോസിങ്ങും ഒക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ, കിട്ടുള്ളൂ. പിന്നെ ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു 23,200 P, 23,250 C, 48,600 P, 48,600 C. ഇത്രയും സ്ട്രൈക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കൊടുക്കുന്ന സ്ട്രൈക്കുകളൊക്കെ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ആപ്പിൽ നിങ്ങൾ ലൈൻ വരച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ബയേഴ്സ് ക്ലോസിങ്ങും സെല്ലേഴ്സ് ക്ലോസിങ്ങും കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളൊരു ഫെസിലിറ്റി കൊണ്ടുണ്ടായിരുന്നു. രാവിലെ 11 മണിക്ക് ശേഷം നമുക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് സ്ട്രൈക്ക് ചോദിക്കാൻ ഞാൻ എൻ്റെ പ്രൈസ് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്രോഫിറ്റ് വരുന്നൊരു ഫെസിലിറ്റിയാണ് അത്. നമുക്ക് പേഴ്സണലി കിട്ടും. സ്പെഷ്യൽ സ്ട്രൈക്കുകൾ, സ്പെഷ്യൽ പ്രൈസുകൾ ഇതൊക്കെയും അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ എനിക്ക് DM ചെയ്ത് ചോദിക്കാം. ഞാൻ സ്പെഷ്യലായിട്ടുള്ള പ്രൈസുകൾ, റേഞ്ചുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ആക്റ്റീവ് ആയിട്ടായിരുന്ന ട്രേഡ് 23,200 P ആണ് കേട്ടോ. 23,200 P നമുക്ക് കാണാം. 24-ാം തീയതി ഡേറ്റ് 178.50 ഞാൻ പറഞ്ഞ പ്രൈസ്. 8:30 കൊടുത്തതാണ് ലെവല്. ഓക്കെ, ഈ ലെവലിൻ്റെ മുകളിലേക്ക് ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് കറക്റ്റായിട്ട് ലിമിറ്റിൽ റിജക്റ്റ് ആയി. ഇതിലൊരു അഡ്വാൻറ്റേജിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ട്. അത് നമുക്ക് ഞാൻ 2 ദിവസമായിട്ട് പറയണതാണ്, നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ലിമിറ്റിൽ നിന്ന് കറക്റ്റായിട്ട് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്ന നോക്കി. അങ്ങനത്തെ സിനാരിയോസിൽ എപ്പോഴും പ്രൈസിന് അടിയിലേക്ക് SLയിലേക്ക് വരാൻ ടെൻഡൻസി ഉണ്ടാവും. എന്ന് വെച്ചാൽ മുകളിലേക്ക് പുഷ് ചെയ്ത് പോകേണ്ട പ്രൈസാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ SLയിലേക്ക് വന്നിട്ടാവും അത് പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ SLൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ ലിമിറ്റിൽ നിങ്ങൾക്ക് കിട്ടി, പിന്നെ 2 ക്യാനിലൂടെ വന്നു, മൂന്നാമത്തെ കറക്റ്റ് അടിയിലേക്ക് SL ഭാഗത്തേക്ക് ഒരു പുഷ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പുഷ് വരുന്ന നേരത്തെ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ കയറാം. അത് ലിമിറ്റിൽ നിന്ന് കിട്ടുമ്പോഴുള്ള ലിമിറ്റിൽ നിന്ന് സെല്ലസ്ട്രേഷൻ വരുമ്പോൾ ഉള്ള ഒരു ടെക്നിക്കാണ് അത് കിട്ടത്. അല്ലാണ്ട് മുകളിൽ സെല്ലസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ ഈ പരിപാടി ചിലപ്പോൾ നടക്കില്ല. ലിമിറ്റിൽ നിന്നുള്ള റിജക്ഷൻസിൽ അത് വളരെ ക്ലോസ് റേഞ്ച് ആയി. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇത്തിരി വേണ്ടി അടിയിൽ നിന്ന് എടുക്കാം. കറക്റ്റായിട്ട് ഇപ്പോൾ 178.40 എന്ന് പറഞ്ഞ റേഞ്ചിന് ഞാൻ പറഞ്ഞു മേടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അടിയിലേക്ക് പ്രൈസിനെ വെയിറ്റ് ചെയ്യാം, അടിയിലേക്ക് വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 172-നോ 174-നോ കിട്ടും. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ പിന്നെ SL ഇടേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് SL ഇടുക, ഇവിടെ നിന്ന് കിട്ടൊരു 10 പോയിൻ്റ് SL ഇടുക, വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് SL പോകുകയാണെങ്കിൽ നിങ്ങൾ ഒഴിവാവുക. മനസ്സിലായില്ലേ? പിന്നെ അത് ഹൈ വീക്ക്നെസ്സായി നിഫ്റ്റി. ഇനി ഇൻ കേസ് അവിടെ നിന്ന് തിരിച്ചു പോകാൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ ഈ പോണ പോലെ അത് പോകും കറക്റ്റായിട്ട്. ഇത് ഫുൾ ടാർഗറ്റ് വരുന്ന ട്രേഡാണ്. പിന്നെ ഇത് SL സ്വൈപ്പ് ചെയ്ത് പോയതുകൊണ്ട് പിന്നെ നമുക്ക് അത് പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ കേസ്. ഇത് ആക്ച്വലി 12 പോയിന്റിലേക്കാണ് അടിയിലേക്ക് വന്നത്. ഇത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട്
അത് ഫുൾ ടാർഗറ്റിക്ക് പോയിക്കുന്ന ഒരു ട്രേഡാണത്. അപ്പം എനിക്കൊന്നും പറയാനില്ല ഈ കാര്യത്തിൽ. നമുക്ക് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഒന്ന് 10 പോയിന്റ് എന്നാണ്. 2 ദിവസം മുമ്പേ പറഞ്ഞതാണ് ഈ പറഞ്ഞ SLക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാമെന്ന്. അങ്ങനെ എടുക്കാൻ പറ്റാത്തത് എടുക്കണ്ട, അത് SL ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. തിരിച്ചത് റീ എൻട്രിക്ക് പോയാലും നമുക്കൊരു സെൽ എക്സ്പ്രഷൻ പിന്നെയും കിട്ടിയിട്ടില്ല. റീ എൻട്രി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യുക ചെയ്തത്. അവിടെ ഒരു ചാൻസ് ഇല്ല. അവിടെ മാർക്ക് നമുക്ക് പിന്നെ ഒരു റീ എൻട്രിയുടെ ചാൻസ് തന്നിട്ടില്ല. പിന്നെ ഇതേ ട്രേഡ് തന്നെ വേറെ ലെവലും കൂടി ഉണ്ടായിരുന്നു നമുക്ക്, അതായത് 223.30. ഇത് നമുക്ക് ഡയറക്റ്റ് SL പോയ സംഭവമാണ്. ഇവിടെയും ഇത് തന്നെയാണ് സിനാരിയോ. നമുക്ക് ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്ട് ചെയ്തു. പിന്നെ ലിമിറ്റിൽ നിന്ന് എടുക്കാം, ഈ ഡിമാൻഡ് ഈ ക്യാൻഡിൽ നിന്ന് എടുക്കാം, മനസ്സിലായില്ലേ? ഈ സെൻട്രലിൻ്റെ ക്യാൻഡിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ വരുന്ന നേരത്ത് ഇവിടെയാണ് നമുക്ക് സെല്ലേഴ്സ് ക്ലോസിങ് കിട്ടിയത്. അതായത് നമ്മുടെ ലെവലിൽ നിന്നല്ല റിജക്ട് ചെയ്തേക്കുന്നത്, മുകളിലാണ് റിജക്ഷൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിൽ നിന്ന് തന്നെ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എടുത്തവർക്ക് അത് SL പോയിട്ടുണ്ട്. നേരത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ ലെവല് നമ്മുടെ ലിമിറ്റിൽ നിന്നാണ് സെല്ലേഴ്സ് ഇവിടെ വന്നിട്ട് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിക്കണത്. അപ്പോൾ ഇത്തിരി അടിയിലേക്ക് വെയിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നത് നോക്കിയിട്ടിരിക്കുക. അപ്പോൾ അടിയിൽ നിന്ന് ഇവിടെ നിന്ന് എടുക്കുന്ന നേരത്ത് ഇത്രയും അടിയിലേക്കാണ് SL വരിക. കറക്റ്റ് SL പോയി കഴിഞ്ഞാൽ ഇറങ്ങുക, മനസ്സിലായില്ലേ? പിന്നെ പ്രോബിലിറ്റി ഇല്ല, പിന്നെ ഹൈ ആയിട്ട് അത് ബീറിഷാവും. അതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ആ 2 SL ആണ് നമുക്ക് രാവിലെ വന്നേക്കണത്. ഒരെണ്ണം നമ്മൾ 10 പോയിന്റ് സ്വൈപ്പ് ചെയ്ത് ഒരു 40 പോയിന്റ് 50 പോയിന്റ് ടാർഗറ്റിക്ക് പോയി. ഒരെണ്ണം നമുക്ക് ഡയറക്റ്റ് SL ആണ്, മനസ്സിലായി? അങ്ങനെയാണ് ആ SL 2 വന്നേക്കണത്. പിന്നെ നമുക്ക് ആക്റ്റീവ് ആയിരുന്നു 23,250 C ആണ്, 161.95. അതാണ് പ്രൈസ് കേട്ടോ. ഇത് നമ്മുടെ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡാണ്. 23,250 C നമുക്ക് ഫുൾ ടാർഗറ്റാണ്. നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ ബയേഴ്സ് വരെ ക്ലോസ് ചെയ്തു, ബയേഴ്സ് പിന്നെയും ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് മുകളിൽ റിജക്റ്റ് ആക്കി. ഇതിൻ്റെ സിനാരിയോ നമ്മൾ നോക്കുക കറക്റ്റായിട്ട്. മുകളിലാണ് റിജക്റ്റ് ആക്കിയത്. എത്ര രൂപയിലാണ് റിജക്റ്റ് ആക്കിയത്? ഞാൻ പറഞ്ഞ വില 161 അത് റിജക്റ്റ് ആക്കി 171. അപ്പോൾ 10 രൂപ വ്യത്യാസമാണ്. നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർക്ക് വരുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഇവിടെ എത്ര സമയത്ത് നിങ്ങൾക്ക് എടുക്കാം. അതാണ് അവിടുത്തെ സിനാരിയോ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഹൈ പോണ ക്യാൻഡിൽസ് ഉണ്ടല്ലോ, ഈ സെല്ലേഴ്സ് റേഷ്യോ മുകളിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ലിമിറ്റിൽ തന്നെ എടുത്തോ, ലിമിറ്റിലേക്ക് കിട്ടിയില്ല പിന്നെ വിട്ടേക്കുക, അത്രേ ഉള്ളൂ കേസ്. ഈ ഹൈയിലൂടെ സെല്ലേഴ്സ് റേഷ്യോ കിട്ടി, 2-3 ക്യാൻഡിലിൽ അത് അടിയിലേക്ക് വന്ന് ലിമിറ്റിൽ തട്ടി, ലിമിറ്റിൽ നിന്ന് തിരിച്ചു പോവാം, അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ അടിയിലേക്ക് കുറച്ചൊന്നും തിരിച്ചു പോവാം. ഇതാണ് ഇതിൻ്റെ ഉള്ളത്തെ പ്രോബിലിറ്റി. അപ്പോൾ ലിമിറ്റിൽ നിന്ന് തന്നെ എടുക്കുക. അല്ല ഇനിയിപ്പോൾ ലിമിറ്റിൽ തട്ടി ഇത്തിരി അടിയിലേക്ക് പോവാണ്, അങ്ങനെ കാണുകയാണെങ്കിൽ ഇത്തിരി അടിയിൽ നിന്ന് കൊടുക്കാം. എല്ലാത്തിനും പ്രോബിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടീഷൻ ആക്റ്റീവായി, അതാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് ഇവിടെ 10 പോയിന്റ് വ്യത്യാസം വന്നു, അത് ലിമിറ്റിൽ എടുക്കാം, ഇത്തിരി അടിയിൽ നിന്ന് എടുക്കാം, അതായത് SL കൊടുക്കണ ഭാഗത്തുനിന്ന് വേണം എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അത് എവിടെ നിന്ന് എടുത്താലും നമുക്ക് ഈ ക്യാനിൽ വരുന്നതോട് കൂടിയിട്ട് കണ്ടീഷൻ ആക്റ്റീവായി. അതാണ് ഞാൻ പറയണത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒരു ബുദ്ധി അവിടെ പ്രയോഗിക്കുക, അല്ലാണ്ട് ഇതിപ്പോൾ നമുക്കിങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റേറ്റ് കണ്ടീഷൻ ആക്റ്റീവായി, പിന്നെ ഒരു ലിമിറ്റഡ് എടുക്കുക, അല്ലെങ്കിൽ ഡിമാൻഡ് എടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി SLക്ക് വരുമ്പോൾ എടുക്കുക. ഇതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ആപ്റ്റ് ആക്കുക, എന്നാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? ഈ ട്രേഡ് ഫുൾ ടാർഗറ്റാണ്. അത് നമ്മളിപ്പോൾ ഒരു 20 പോയിന്റ് അപ്പുറത്ത് പോയിട്ടെന്ന് വെക്കുക. നേരത്തെ ട്രേഡ് ഒരു 20 പോയിന്റ് നമുക്ക് മറ്റേ സ്ട്രൈക്കിൽ പോയിട്ടുണ്ട്, 23,200 PE പോയിട്ടുണ്ട്. അത് നമ്മൾ സിയിൽ ഇത് റിക്കവർ ആക്കിയിട്ടുണ്ട്. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡ് തന്നെയാണ്, ഫുൾ ടാർഗറ്റാണ്. നമുക്ക് 20 രൂപ പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രൈക്കിൽ ഇത് 20 വരെ പോയിട്ടുണ്ട്. അത് 161, 158 വരെ. അത് ഒരു 25 രൂപയുടെ മുകളിൽ അത് മോളിക്ക് 1 വേ തന്നെ പോയിട്ടുണ്ട്, 25 രൂപ മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളുടെ ലോസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുകയെ. അതാണ് ഞാൻ പറയണത്. നിങ്ങൾ ഫുൾ ടാർഗറ്റ് എപ്പോൾ നോക്കിയാലും വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ പ്രീവിയസ് 2 ട്രേഡ് ലോസ് ആയില്ല, അപ്പോൾ ഈ ലോസ് ഇവിടെ റിക്കവർ ആയില്ലേ. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് ഇരുന്നാലും പ്രശ്നമില്ല. ഈ ഫുൾ ടാർഗറ്റ് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയണില്ല. നിങ്ങളുടെ ലോസിനെ റിക്കവർ ചെയ്തോട്ടിരിക്കുക. അത് ഞാൻ കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ കൊണ്ടായിരുന്നു, കണ്ടില്ലേ? സ്റ്റിൽ 20 പോയിന്റ് പ്രോഫിറ്റ്, എനിവൺ ലോസ് ക്യാരി ബുക്ക് ഓക്കെ, അങ്ങനെ പറഞ്ഞത്. ബുക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലോസ് ക്യാരി ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ 20 പോയിന്റ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 25 പോയിന്റ് പോയിട്ടുണ്ടാവും. ആ 25 പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ബുക്ക് ചെയ്യാൻ തന്നെ ഞാൻ പറഞ്ഞത്. പിന്നത്തെ ട്രേഡ് പിന്നെ നോക്കാം, അങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ 2 SL വന്നിട്ടുണ്ട്. ഒരു SL നിങ്ങൾ കണ്ടതാണ്, കറക്റ്റ് സ്വൈപ്പ് ചെയ്തിട്ടാണ് അത് അത്രയും മൊമെൻറ്റ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ലിമിറ്റ് ഓർഡറിൽ വന്ന് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണത് ലിമിറ്റ് ഓർഡറിലാണെങ്കിൽ നിങ്ങൾ ഒരു 2 ക്യാൻഡിൽ അടിയിലേക്ക് വരാൻ വേണ്ടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 ക്യാൻഡിൽ വരും എന്തായാലും, SL എടുക്കാൻ വേണ്ടി തന്നെ വരും അത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ SLലേക്ക് വരുന്ന ക്യാൻഡിൽസ് നിന്ന് നിങ്ങൾ എൻട്രി എടുക്കുക. അതാണ് ഇത്തിരി നല്ല പ്രോബിലിറ്റി. അത് പിന്നെ മുകളിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് പ്രോഫിറ്റിക്ക് പോയിക്കോളും. അല്ലെങ്കിൽ അടിയിലേക്ക് ഇത്തിരി അടിയിലേക്കാണല്ലോ നമുക്ക് 10 പോയിന്റ് SL കിട്ടണത്. അങ്ങനെ വിചാരിച്ച് ട്രേഡ് ചെയ്യുക.
അപ്പോൾ ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. എല്ലാം രാവിലെ പറഞ്ഞ രീതി തന്നെയാണ്. നമുക്ക് പെയ്ഡ് ഗ്രൂപ്പ് ആക്റ്റീവ് ആയിക്കുന്നത് 10:51 തൊട്ടിട്ടാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ അത്യാവശ്യം അടിപൊളി ട്രേഡുകൾ തന്നെ വന്നിട്ടുണ്ട്. പെയ്ഡ് ഗ്രൂപ്പിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു 350 പോയിന്റോളം പെയ്ഡ് ഗ്രൂപ്പിലാണ് കിട്ടിയേക്കുന്നത്. അത് കറക്റ്റായിട്ട് ട്രേഡ് എടുക്കണവർക്ക് പ്രോഫിറ്റ് കിട്ടും. അത് നിങ്ങൾ പഞ്ചിലായിരിക്കണം. നിങ്ങൾ ആ ട്രേഡ് എടുക്കുന്ന ടൈമിൽ നിങ്ങളവിടെ ഉണ്ടായിരിക്കണം. എന്നാലാണ് ആ ട്രേഡുകളൊക്കെ കിട്ടുള്ളൂ നിങ്ങൾക്ക്. അല്ലാണ്ട് ട്രേഡ് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ വേറെല്ലോടത്തായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്ന ടൈമിൽ നിങ്ങളവിടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോസ് ഒന്നും റിക്കവർ ആക്കാൻ പറ്റില്ല. സീരിയസ്ലി ഞാൻ പറയാമല്ലോ കാര്യം. നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ ട്രേഡിങ്ങിന് മാറ്റി വയ്ക്കുന്നത് നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണം. ആ ഒരു സിസ്റ്റത്തിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുള്ളൂ. അത് മനസ്സിലാക്കുക. പിന്നെ കറക്റ്റായിട്ട് പിന്നെ ഞാൻ പറയണ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ ട്രേഡിങ്ങിന് നിങ്ങൾ കൊണ്ടുവരിക. എല്ലാം ഞാൻ പറയണത് മാത്രം കേട്ട് പോകാണ്ട് നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് കൊണ്ടുവരിക. നമ്മളൊരു ആക്റ്റീവായെന്ന് പറയണു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവായെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ആക്റ്റീവായെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ ഇതൊക്കെ വരച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെ വരുന്നത് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന നേരത്ത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ എടുക്കുക. നിങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചിന്താഗതി അവിടെ കൊണ്ടുവരിക. എങ്ങനെയാണ് ഞാനവിടെ എടുക്കേണ്ടത്? ഞാൻ ചാടിക്കയറി എടുക്കണ്ട, ഇതോടെ ഇറങ്ങി വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ തന്നെ മൈൻഡിൽ കൊണ്ടുവരിക. നമ്മൾ 10 പോയിൻ്റാണ് എസ്എൽ. ഞാൻ ഇടണ 10 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പോകാണ്ടിരിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തിരി കൂടുതൽ എസ്എലാണ് നിങ്ങൾക്ക് ഇടാം, പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ 10 പോയിൻ്റാണ് ഞാൻ പറയണത്. അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പലർക്കും എൻ്റെ ട്രേഡിങ് കാണുമ്പോൾ, അതായത് ഞാൻ ട്രേഡിങ് ചെയ്യുന്നത് കാണുമ്പോൾ, ഞാൻ തരുന്ന കോഴ്സ്, ഞാൻ തരുന്ന ലെവൽസ് പലർക്കും കാണുമ്പോൾ 10 പോയിൻ്റ് എസ്എൽ ചില ടൈമിൽ പോകുന്നുണ്ട്. പിന്നെ സ്വൈപ്പ് ചെയ്ത് കറക്റ്റായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ കൂട്ടി വെക്കാം, പ്രശ്നമില്ല കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ നിങ്ങൾ ഇനീഷ്യേറ്റീവ് നിങ്ങൾ തന്നെ കൊണ്ടുവന്നോ, പ്രശ്നമില്ല. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ എസ് എൽ പോയി കഴിഞ്ഞാൽ എസ് എൽ നിടും. നിങ്ങൾക്ക് ഇത്തിരി എസ് എൽ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ കൊടുക്കാം. പക്ഷേ ആ എസ് എൽ അത്രയും കൂടുതൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയണത്. എനിക്ക് റിക്കവർ ആക്കാൻ പറ്റുന്ന ഒരു എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിൻ്റാണ്. അതാണ് ഞാൻ പറഞ്ഞ 10 പോയിൻ്റ്. നിങ്ങൾ അതിൻ്റെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ആക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ എസ് എൽ കൊടുക്കണോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്നാമത്തെ കേസ് നിങ്ങൾ കൂടുതൽ എസ് എൽ കൊടുക്കണമെങ്കിൽ എസ് എൽ കൊടുത്തോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ 10 കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെയും കുറവാണ് കൊടുക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെയും കുറവ് നിങ്ങൾക്ക് കൊടുത്താൽ മതി. 5, 6, 7 എത്രയാണെന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ കൊടുത്തിട്ട് എസ് എൽ അടിക്കണ നേരത്തെ നിങ്ങൾക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ 10ൻ്റെ മുകളിൽ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. തിരിച്ച് കയറണമെങ്കിൽ ആ ടൈമിലേക്ക് കയറിക്കോളും. എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണ പരിപാടി, ഞാൻ 10 പോയിൻ്റ് എസ് എല്ലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ 10 പോയിൻ്റ് എസ് എല്ലിൽ പോയി എസ് എൽ എന്ന് തന്നെ പറയുള്ളൂ. അല്ല, ഒരാളിനെയും കൈ പിടിച്ച് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. സത്യം പറയാലോ, എൻ്റെ ഉള്ളിലത്തെ പരിപാടി. ഒരാളിനെ എനിക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ എല്ലാ ദിവസവും നഷ്ടം പിടിക്കുകയാണെങ്കിൽ ആ ബിസിനസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. മനസ്സിലായില്ലേ? ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും നഷ്ടമാണ്, അല്ലെങ്കിൽ എല്ലാ മാസവും നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് മുമ്പോട്ട് പോകില്ല. നിങ്ങൾ വെറുതെ കാശിറക്കല്ലേ ചെയ്യണത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ട്രേഡിങ്ങും. നിങ്ങൾക്ക് എല്ലാ ദിവസവും നഷ്ടം വരുന്ന ആൾക്കാർ ട്രേഡിങ് ചെയ്യണ്ട. അത് എൻ്റെ ഒപ്പം ചെയ്യണ്ടെന്ന് തന്നെയാണ് പറയണത്. എൻ്റെ ഒപ്പം ചെയ്യണ്ട, നിങ്ങൾക്ക് വേറെ ബിസിനസ്സിലേക്ക് പോവാം. മനസ്സിലായില്ലേ? നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടീഷൻ പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടൊക്കെ പുറത്തിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ടാർഗറ്റ് പറയണു, അല്ലെങ്കിൽ ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറയണു. പക്ഷെ അതിൻ്റെ ഒരു ഫാസ്റ്റ് ഉണ്ട്. മനസ്സിലായോ? ഒരു ഫാസ്റ്റ്നെസ് ഉണ്ട്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നിങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട് ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ ലെവൽസിൽ തന്നെയാണ് ഈ പറഞ്ഞ പ്രോഫിറ്റൊക്കെ വരുന്നത്. നിങ്ങൾ കറക്റ്റ് ടാർഗറ്റിലേക്ക് ഇരിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാത്തത്. അതിനുവേണ്ടി ഞാനൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞ ടെക്നിക്ക്? ഇപ്പോൾ ഒരു 100 രൂപ പ്രൈസ് റേഞ്ചാണ് ഞാൻ തരുന്നത് വെക്കി. അത് 110 പോണ നേരത്ത് നിങ്ങളൊരു ക്വാണ്ടിറ്റി വിൽക്കുക, ബാക്കി ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ആ ഒരു ക്വാണ്ടിറ്റിനെ എസ് എൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റ് 10 പോയിൻ്റ് അതിൻ്റെ മുകളിൽ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കും, അല്ലെങ്കിൽ 10 പോയിൻ്റ് എടുക്കുന്നു വെക്കി. 10 പോയിൻ്റ് എടുക്കും, പിന്നെ 10 പോയിൻ്റ് എസ് എൽ ഇടും. അങ്ങനെയാണ് തിരിച്ചു വന്ന് എസ് എൽ അടിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ബ്രോക്കറേജ് മാത്രമേ പോകണുള്ളൂ. ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഇതിൻ്റെ ഉള്ളിൽ വരും. നിങ്ങൾ 2 ലോട്ടിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു 50 ലോട്ട് കണക്കാക്കി നോക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു
സംഭവം മനസ്സിലാവും. ഒരു 50 ലോട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ 10 ലോട്ട് എടുക്കുകയാണ് ഒരാൾ. അപ്പോൾ 5 ലോട്ട് ആൾ 10 രൂപയ്ക്ക് വിറ്റു. അയ്യോ എനിക്ക് 10 രൂപ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ ബാക്കി 5 ലോട്ടിന് SLക്ക് വന്ന് അടിക്കുകയും ചെയ്തു, നമുക്ക് ബ്രോക്കറേജ് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കിട്ടിയില്ലോ എന്നുള്ള ചിന്താഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. മറിച്ച് നിങ്ങൾ 5 ലോട്ട് 10 രൂപയ്ക്ക് വിറ്റു, ബാക്കി 5 ലോട്ട്, ഈ 5 ലോട്ട് നിങ്ങൾക്ക് SL അടിച്ചില്ല, പിന്നെ അത് കയറി പോകണം, നല്ല പുഷ് ചെയ്യാണ്, ഒരു 20, 30, 40 പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിനല്ലേ വരുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് SL മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കിലേക്ക് വരിക. ഇതൊരു പ്യൂർലി ബിസിനസ്സാണ് സംഭവം. നിങ്ങൾക്ക് ഡെയിലി ലോസ് വേണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ് അടുത്ത അർത്ഥം. അങ്ങനത്തെ ആൾക്കാർക്ക് നിർത്താം, മനസ്സിലായില്ലേ? പിന്നെ ബേസിക്കലി ഇതിലൊരു ടൈമിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ചിലർക്ക് ടൈമില്ല, മനസ്സിലായില്ലേ? ഈ ടൈമില്ലാത്ത ആൾക്കാർ ട്രേഡിങ് ചെയ്തിട്ടും കാര്യമില്ല. അവരും ട്രേഡിങ്ങിന് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ചാർട്ട് നോക്കാൻ ഇടയ്ക്ക് പറ്റുമായിരിക്കും, ഇല്ല എന്ന് പറയണില്ല, ചാർട്ട് നോക്കാൻ പറ്റുമായിരിക്കും, മൊബൈൽ നോക്കാൻ സമയം ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ലോസ് പറഞ്ഞ ട്രേഡുകൾ മാത്രം എടുത്തെടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല ട്രേഡിങ്ങിൽ. ഞാൻ പറയാലോ, ഞാൻ ഇവിടെ SL മേടിച്ച് കൂടുന്നുണ്ട് കാര്യമായിട്ട്. SL നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ടൈമില്ല, കണ്ടില്ല, കേട്ടില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറും ഒരു എക്സ്ക്യൂസുകളാണ്. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഫുള്ളായിട്ട് ട്രേഡിങ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്തിരി ഇത് അഡ്വാൻറ്റേജ് ആണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ, ഇത്തിരി അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഇത്തിരി ഇതിനൊന്ന് ബിസിനസ്സായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ, കാര്യങ്ങളുള്ളൂ. ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. അത്യാവശ്യം ടാർഗറ്റൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ ഇത് എടുത്തെടുത്ത് പറയണമെന്നില്ല, നമുക്ക് അത്യാവശ്യം ടാർഗറ്റുകളൊക്കെ ഉണ്ടെന്ന്. 48,600 CE 100 പോയിൻ്റാണ്. പിന്നെ 23,250 CE 40 പോയിൻറ്റ്. ഒരേ സ്ട്രൈക്കിലാണ് 3 അച്ചീവ്മെൻറ്റ്സ് കിട്ടിയത്. ഫസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് 50 പോയിൻറ്റ്, സെക്കൻഡ് അച്ചീവ്മെൻറ്റ്സ് 40 പോയിൻറ്റ്. 40 പോയിൻ്റ് അല്ലാതെ അവർ 48 പോയിൻറ്റ് പോയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു വരിക ചെയ്തു. മൂന്നാമത്തേൽ നമുക്ക് 10 പോയിൻറ്റ് കറക്റ്റ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ SLക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ആ 3 സെക്ഷൻ അവിടെ നടന്നിരുന്നു ഒറ്റ സ്ട്രൈക്കിൽ. പിന്നെ ലാസ്റ്റ് ടൈമിക്കൊക്കെ ആയപ്പോൾ 2 മണി 1 മണി 1:30 ആയപ്പോൾ നമുക്ക് വേറെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 48,600 PE 80 പോയിൻറ്റ്, 23,250 PE 40 പോയിൻറ്റ്, 40 അല്ല 45, 46 വന്നിട്ടുണ്ട്. പിന്നെ 48,600 PE, നേരത്തെ പറഞ്ഞ 80 പോയിൻ്റ് അല്ലേ, അത് ഫുൾ ടാർഗറ്റ് അതിൻ്റെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് വന്നിരുന്നത് പെയ്ഡ് ഗ്രൂപ്പിൽ. അത്യാവശ്യം അടിപൊളി ട്രേഡിങ് ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ. ഇന്ന് ലോസ് ബുക്ക് ചെയ്തവരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയല അതിനെ കൊടുത്തിട്ട്, മനസ്സിലായില്ലേ? ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ട്രേഡിങ്ങിനെ കാണരുത്. നിങ്ങൾക്ക് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വെറുതെ ക്യാപിറ്റൽ ഇടാണ്ട് ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ബിസിനസ് പറ്റില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള പെയ്ഡ് ഗ്രൂപ്പിലത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് വീഡിയോസ് കാണുക. മെയിനായിട്ട് കയറുന്ന പുതിയത് കാരണം ആൾക്കാർ പ്രീവിയസ് വീഡിയോസ് ഉണ്ടാക്കുകയാണ് യൂട്യൂബിലത്തെ. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്. വളരെ ഈസിയാണ്, പഠിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ലോസ് എന്തായാലും വരും പഠിച്ചില്ലെങ്കിൽ. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കാണുന്നതൊക്കെ നിങ്ങൾ ഈസി ആയിരിക്കും, മനസ്സിലായില്ലേ? അത് കുറച്ച് സ്റ്റെപ്പുകളുള്ളൂ. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പഠിക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുക, ഞാൻ എൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. വെള്ളിയാഴ്ച ആയിരുന്നു, അടിപൊളി ദിവസം തന്നെയായിരുന്നു. നമുക്ക് തിങ്കളാഴ്ച കാണാം. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിചാരിക്കുന്നത് തിങ്കളാഴ്ച. അപ്പോൾ ഓക്കെ, ബൈ.